ഞാനിപ്പോൾ ഉള്ളത് താഴാമ്പള്ളിയിലെ ഫിഷിംഗ് ഹാർബറിലാണ് കേട്ടോ. അപ്പം ഞാൻ കൊല്ലത്തേക്ക്, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ കണ്ടൊരു ഹാർബറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇതാണ് കേട്ടോ താഴാമ്പള്ളി ഫിഷിംഗ് ഹാർബർ. ആ അങ്ങല്ലേ ഫിഷിംഗ് ഹാർബർ. ആ ഇതെല്ലാം ഇപ്പം പിടിച്ചോണ്ടോ മീൻ. ഇപ്പം പിടിച്ചോണ്ടോ മീനാണ് ചേട്ടാ. അയലല്ലേ? യൂട്യൂബ് ചാനലാ. ആ ഏതിന്റെ പേരറിയാലേ? ആ ഇത് അയല. വള്ളത്തിന്റെ പേരെന്നാ? സെന്റ് മൈക്കിൾ അല്ലേ? കേറാൻ പറ്റത്തില്ലല്ലോ തേല്. പൂരി ഇട്ടിട്ടാ തെന്നി വീഴുവോ? ചെരുപ്പ് എവിടെ? ഇവിടെ ഊരിട്ടാ മതിയോ? അങ്ങോട്ട് നീങ്ങിപ്പോകുന്നുണ്ടല്ലേ? ഇങ്ങോട്ട് അടുത്ത് വരുമ്പോ കേറാം അല്ലേ? ക്യാമറ അതായത് ഇപ്പൊ പിടിച്ചോണ്ട് വന്ന സെന്റ് മൈക്കിൾ അല്ലേ ഏട്ടാ ബോട്ടിന്റെ പേര്? സെന്റ് മൈക്കിൾ. അതന്നെ ഏട്ടാ അത് കണവയോ? അത്രയും വലിയ കിട്ടുമോ? ഇത് കണവയുടെ ഉള്ളിൽ വേറെ മീനല്ലേ ഇത്? തിന്നുന്നയാ? ഏത് മത്തിനെ കഴിക്കും ഇത്? വലിയ കണവ. എന്ത് ആ വണ്ടി ഓടിക്കുന്ന സ്രാങ്ക് അല്ലേ? ബോട്ട് ഓടിക്കുന്ന സ്രാങ്ക്. ഇതെന്നാ മീനാട്ടാ? ഇതെന്തു ഏട്ടാ? മീനാ? എല്ലാം ഇപ്പം വന്ന ഫ്രഷ് സാധനം അല്ലേ ഏട്ടാ? ഇതിനകത്ത് ഐസ് ഇട്ടിട്ടാ കൊണ്ടിരുന്നേ? ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഐസ് ഇടും അല്ലേ? അങ്ങോട്ട് കുഴപ്പമില്ല. തെന്നു അല്ലേ? വീണ ഒരു സുഖം കാണുമല്ലോ. കണ്ണൂര് അതെ അല്ലേ? ഇവിടുന്ന് കൊടുത്തിട്ടാ കണ്ണൂരൊക്കെ വരുന്നുണ്ടോ? ഫിഷിംഗ് ഹാർബർ. സ്ഥലത്തിന്റെ പേരെന്നാ? പൂത്തറ അല്ലേ? അവിടെ വേറെ എന്തോ ഒരു സ്ഥലം പേര് പറഞ്ഞായിരുന്നല്ലോ. ഏതാട്ടെ? മുതലപ്പുഴ അല്ലേ? ഹാർബർ, മുതലപ്പുഴ ഹാർബർ. ഫുള്ള് ഇത് നമ്മുടെ മറ്റ മീനല്ലേ? ഇത് ഇത് പേരുന്ന കോക്കോല അല്ലേ? ആ ഭയങ്കര മുള്ളല്ലേ? ഇത് നമ്മുടെ അടുത്ത് വേറെ പേരാ പറയുന്നത്. കണ്ണൂര്. ആ കണ്ണൂരാണ് സ്ഥലം. അപ്പുറത്തൂടെ കുട്ട കൊടുത്ത് കോരിക്കാൻ പറയാം. അവിടെ അമ്പഴത്തൊക്കെ ഒരു കൂട് മീമായി ഇടണമെങ്കിൽ ഭയങ്കര സ്മെല്ലാ കേട്ടോ. അമ്പഴത്തൊക്കെ ഒരു കൂട് മീൻ വാങ്ങിയ ഭയങ്കര സ്മെല്ലാന്ന്. അതെന്താ അങ്ങനെ മഞ്ഞ കളറ്? അത് ഈ വലിയ പാരയില്ലേ, അതിന്റെ കുഞ്ഞാണത്. ആ അതിന്റെ കുഞ്ഞാല്ലേ അത്? ഇത് തന്നെ അയല മാത്രം ഇതിങ്ങനെ ഒരു സെക്ഷൻ ആക്കി നിങ്ങൾ തിരിച്ചതാ? അല്ലല്ല, ഇതിന്റെ ഇടയിലുണ്ട്. മിക്സ് ആണോ? ആണോ? വില കൂടുതൽ കിട്ടും. അല്ല അങ്ങനെയല്ല, ഇതിപ്പോ ഇതിനകത്ത് മൊത്തം അയല, ഇതിനകത്ത് അങ്ങനെ കാണുന്നേ
എല്ലാ മീനും കൂടി ഇതിനകത്ത് മൊത്തം അയലായിട്ട് കാണുന്നത് അല്ല, മിക്സ് അല്ലേ? ഇത് മിക്സ് ആണ്. അയല മറ്റേത് എൻ്റെ ഇടയിലുണ്ട്. അതെ അല്ലേ? വേറെയാ? ഈ മീനൊക്കെ ഇതിന്റെ കൂടെ യാത്ര ചെയ്യാനാണ് വരുന്നത്. വേറെ മീനുണ്ടല്ലേ? ഇതല്ലേ? തിരുവനന്തപുരം ജില്ലയില് മുതലപ്പുഴയിലും കിട്ടിയ മീനാണ്. തിരുവനന്തപുരം ജില്ലയിലെ മുതലപ്പുഴ മുതലപ്പുഴ പഴയ പേര് പെരുമാതുറ. അതെ അല്ലേ? ഇന്നത്തെ ചാകര. ഇത് കടലല്ലേ ചേട്ടാ? ഇത് കടലല്ലേ? കായലല്ലേ? ഇതിന്റെ അപ്പുറത്താണ്, പടിഞ്ഞാറ് അപ്പുറത്തല്ലേ? നമ്മൾ കയറി വന്ന് കിടക്കുക. അവര് അടുത്ത് ഇത് അതെന്താ അങ്ങനെ ഇട്ടേക്കുന്നവര്? അത് ഈ ഇരിക്കുന്ന വല എല്ലാം അങ്ങ് പോകുന്നു. അതങ്ങനെ ക്ലിയർ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവയ്ക്കണം. എന്നാലേ നാളെ നമുക്ക് അതിൽ പണിയെടുക്കാൻ പറ്റുമോ. ഇതിപ്പോ നേർപകുതി ഇവിടെ, നേർപകുതി അവിടെ ആട്ടായിരിക്കും. എല്ലാം കൂടി സെറ്റ് ചെയ്ത് വെക്കാം. അതെ അല്ലേ? വേറെ വലിയ മീൻ കിട്ടിയോ ചേട്ടാ? വലുത് വേറെ എന്താ ഉള്ളത്? ഇതിന്റെ സീസൺ ആയിട്ടില്ല. അതാണ് ഏറ്റവും വലുത്. അയ്യോ അതൊന്നും അല്ല. വേറെ എന്ത്? അതൊന്നും അതിന്റെ സമയമായില്ല. സമയമായിട്ടില്ലല്ലേ? റോറോസ് യൂട്യൂബ് അവിടെ നമ്മുടെ ക്യാരിയറിൽ മീൻ മറിക്കുന്നുണ്ട്. എവിടെ? ഇതേ സെന്മൈക്കിൾ എന്നെഴുതിയ ക്യാരിയർ കിടക്കുന്ന ഫ്രണ്ടിൽ കിടക്കുന്നുണ്ടോ? അവിടെ ഉണ്ടോ? ഇതാണ് കിടക്കുന്നിടത്ത് ഒരു കൊച്ചു ഒരു വള്ളമുണ്ട്, അതിലും മീനുണ്ട്. പോയിട്ട് എടുക്കട്ടെ. അതെ ഒന്ന് കൈ കൊടുത്താൽ ചാടിയാ പോരെ? വെള്ളം അങ്ങോട്ട് പോയി. അല്ല തിരിച്ചു വരട്ടെ, തിരിച്ചിങ്ങോട്ട് വരട്ടുള്ളൂ. ഇത് എൻ്റെ ഒരു വീഡിയോ പിടിക്കാൻ ഇറങ്ങുന്നത് എങ്ങനെയാണ്? വെള്ളം വരും. ഇതാണ് നമ്മളെ വള്ളം, സെന്മൈക്കിൾ വള്ളം. ഇതാണോ അത്? ഇപ്പൊ അവര് പറഞ്ഞ വെള്ളം അത് അപ്പുറത്തെ അല്ലേ? ചുവപ്പ് വെള്ളം. അവിടെ പോയിട്ട് തിരിച്ചിവിടെ വന്നാൽ മതി. ഓക്കെ, ഇതിലേ പോവാ അല്ലേ ചേട്ടാ? ഒരു സൈഡ് തരും ചേട്ടാ. ചേച്ചി ഇത് വാങ്ങാൻ വേണ്ടി വന്ന? ഇത് ഇതിനകത്ത് വന്നതാണോ ചേട്ടാ? ഇതിനകത്ത് പിടിച്ചോണ്ട് വന്ന? ഇതിനകത്ത് പിടിച്ചതാ? ഓ സോറി. ഇതാ മറ്റേ മീനില്ലേ? ഇതിന്റെ മറ്റേ ഇതല്ലേ ഇത്? ഇതിന്റെ പേര് കൂന്തലല്ലേ? ഈ വെള്ളത്തിൽ നിന്ന് കൂന്തൽ മാത്രമേ കിട്ടിയുള്ളൂ? കൂന്തൽ ആവോലി. അത് ആവോലിയാ? കൂന്തല് ആവോലി. ആ അതല്ലേ? മേടിക്കാനാ? എവിടെയുണ്ട് ലേലം വിളി ഉണ്ട് ചേട്ടാ?
ഇതാവും അല്ലേ, ഇങ്ങനെ കിടന്ന ഇളകും. ഇത് എത്ര വില പറയുന്നത്? യൂട്യൂബ് അത് കൊടുക്കാനുള്ള ഒരാൾക്ക് മൊത്തം ഇവിടെ കൊടുക്കണല്ലേ? അത് എത്ര പൈസ? അത് നമുക്ക് ഇറക്കാടായിരുന്നു പറഞ്ഞു, അവിടെ കൊണ്ടുവച്ച് ലേലം വിളിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഇവിടുന്നാ? അതന്നെ കുറച്ച് മാത്രം കൂട്ടിയിട്ട് ലേലം വിളിക്കുന്നത്. കണവേ അത് വേലക്കാർ വിളിച്ച് എടുക്കുമ്പോൾ അവർ കുറച്ച് എടുക്കും കറിക്ക്. കറിക്ക് എടുക്കുന്ന കൂട്ടത്തിൽ അവർ അതെടുത്ത് കൊടുക്കുകയാണ്. എത്ര പറഞ്ഞേ? 250. 250. 250. അത് മറ്റേ അത് കരിമീനാണ് കേട്ടോ. അത് ആവോലി 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 അല്ലേ? ഇതോ? ഇത് കോക്കോല. കോക്കോല എന്ന് പറയാം നമ്മളെ. കോക്കോല. കോക്കോല അതിലേ ഇത്രയും വലിയ ഇതൊക്കെ കിട്ടും അല്ലേ? മറ്റേ ആ സാധനം ഇത്രയും വലിയതൊക്കെ കിട്ടും. നമ്മുടെ അടുത്തൊക്കെ വിൽക്കുന്ന ചെറിയതാ. കണ്ണൂര്. ഞാൻ കണ്ണൂരാ. ഇവരെങ്ങോട്ട് പോകുന്ന ചേട്ടാ? രാത്രി പോകുന്നത്. രാത്രി പോയിട്ട് രാത്രി പോകുന്നതാണ്. രാവിലെ വരുന്നത്. രാവിലെ പോയിട്ട് വൈകിട്ട് വരും. അങ്ങനെ ഇവര് ഇപ്പൊ പോയിട്ട് രാവിലെ വരും. രാവിലെ വരും. അവരും അതുപോലെ പോകുന്നവരാ? ഇല്ല, അത് മറ്റേ കേര വെള്ളമാണ്. അത് വലിയ വെള്ളമാണ്. അവര് നിങ്ങൾ ആദ്യം ഒരു വിട്ട വാരി അവിടെ കൊണ്ട് വെച്ച് നോക്കാം. അവിടെ ഒരാളെ കാരണം വാരി 250 വെച്ചു വിളി അവിടെ ലേലം വിളിയാ? കുട്ട അതില്ല. ഒരു മിനിറ്റ് പൊളിയാ കേട്ടോ ഫിഷിംഗ് ഹാർബർ. ഇത് ലേലം വിളിക്കാൻ കൊണ്ട് കൊടുത്തിട്ടാണ്. ലേലം വിളിച്ച് പോയാ എത്രയ്ക്ക്? 130 കിലോയ്ക്ക്. കിലോയ്ക്ക് 130 രൂപ. 630 രൂപ. ഓ, ആരെടുത്തത്? ഈ ചേട്ടനാ? ചേട്ടനാണോ ഇത് ലേലം വിളിച്ചെടുത്തത്? ചേട്ടനാണോ? ആ ചേട്ടനാണോ? അവിടെ ലേലം വിളിച്ച ആൾക്കാർ വേറെ ഉണ്ട്, ഞാനല്ലോ. വേറെ ആരാ വിളിച്ചെടുത്തത്? വേറെ ആളാ? ഈ പുള്ളിയാ? മൊത്തം എത്ര കിലോ ഉണ്ട്?
അതിനിപ്പോൾ തൂക്കുമ്പോഴേ അറിയാം. ആ അന്നേരം അറിയത്തുള്ളൂ. വെയിറ്റ് നമ്മൾ ഇത് ചെയ്യുമ്പോഴേ അറിയാം. ഇതെന്തിങ്ങനെ കറുപ്പ് കളർ കേട്ടോ? അത് അതിൻ്റെ മഷിയാണ്. കട്ടല്ലേ? ഒരു സാധനമുണ്ട്. അതായി കറുത്ത കളർ കൂന്തലിൻ്റെ അല്ലേ? നമ്മുടെ അടുത്തൊന്നും ഇത്രയും വലിയത് വരലില്ല കേട്ടോ. കണ്ണൂർ ജില്ലയിൽ ചെറുതാ വരലില്ല. അതൊക്കെ എന്നാ വലിയതാണ്. ഇപ്പോൾ ഇത്രയും അറിയാമല്ലോ. ആർക്കും ഇഷ്ടമില്ല എങ്ങനെയെങ്കിലും അയാൾക്ക് കൊടുക്കും. അവിടെ പേടിയാണ്. അതിൽ 15 രൂപ കുറച്ച്. ഇപ്പോൾ അവൻ കാട്ടില്ല. 15 കുറച്ച് അവൻ കാട്ടില്ല. അതെന്തരേ അതിപ്പോൾ വെള്ളക്കാരൻ 1000 വന്ന് ഞാൻ പറ്റില്ലേ? വെള്ളക്കാരെയൊക്കെ വാവണ 2 വെള്ളം വിളിക്കുക. അവിടെ തീർന്നു. തുടങ്ങിയാൽ വിളിച്ച് പോയോ? പോയാ എത്രയാ കിലോയ്ക്ക്? 630. 630. ബോട്ടുകൾ പോവാ കേട്ടോ. ഫിഷിംഗ് ബോട്ടുകൾ എന്തോരെയാണെന്നറിയാം. യൂട്യൂബ് ചാനൽ റോറോസ്. ആ ചേട്ടാ യൂട്യൂബ് ഫേമസ് ആവട്ടെ. ഇത് ഫുള്ള് കൊഴുപ്പല്ലേ? ഇത് ഫുള്ള് കൊഴുപ്പ ചേട്ടാ. കൊഴുപ്പയാ മീന് ഫുള്ളല്ലേ? ഇവരിതെങ്ങനെ ഇത് മാത്രം പിടിക്കുന്നത്? അത് മാത്രം കിട്ടുന്നത്? ഫോട്ടോ യൂട്യൂബ് അവർ പോയിട്ട് വരുന്നേ? അത് പോകുന്നതാണോ അല്ലേ? അവരിവിടെ സൈഡാക്കുമോ? അതെന്താ ഇതിൽ വെള്ളം കയറിയോ? അത് ഐസിൻ്റെ വെള്ളമായിരിക്കില്ല അത് കളയുന്നത്? ആ യൂട്യൂബ് അതെ അല്ലേ? ഇതില് മതിയോ അടുത്ത കെട്ടിൽ?
സിനിമയെല്ലാം കാണല്ലേ നിമ്മര ഇടാണല്ലേ നിമ്മര ഇട്ടൂടെ സിനിമ ഇട്ടൂടെ ക്യാമറ പിടിച്ചു എല്ലാം പറഞ്ഞു എല്ലാം പറഞ്ഞു ഇല്ല ഇത്രയും എടുക്കണം കേട്ടാ പിന്നെ ഇത് പോലീസ് കൊടുത്താൽ കേട്ടാ വയ ഓടാപ്പാണ് കള്ളനാവേ കള്ളപ്പഞ്ചാണ് അപ്പം ഞാനങ്ങനെ ഈ ഫിഷിംഗ് ഹാർബറിൽ നിന്ന് പോവുക കേട്ടോ. ഫിഷിംഗ് ഹാർബറിൽ നിന്ന് ഞാൻ പോവാം. പൊളിയാട്ടോ. ഹാർബറിലൊക്കെ ഒരു പ്രാവശ്യം വന്ന് വിസിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അടിപൊളി. ഓ ഹലോ. അപ്പോൾ ഞാനങ്ങനെ ഫിഷിംഗ് ഹാർബറിന് അവിടുന്ന് വിട്ടു കേട്ടോ. ഏകദേശം ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു 3/4 മണിക്കൂർ എടുക്കും കൊല്ലത്തേക്ക്. കൊല്ലം വഴി കയറി മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ കണ്ണൂരേക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോവാണ്. ഓക്കെ, ശരി, അടിപൊളി.